SIP എന്ന് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺസ് മാത്രം നോക്കിയിട്ട് നമ്മൾ ഒരിക്കലും ഒരു SIP യിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഇനി പറയാൻ പോകുന്ന ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ഈ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ടാണ്, ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത്. ഫസ്റ്റ് വൺ ഈസ് എക്സ്പെൻസ് റേഷ്യോ. ഇത് മിക്കപ്പോഴും ചെറിയൊരു പെർസെൻറ്റേജ് ആയിരിക്കും, അതുകൊണ്ട് പലരും അത് ശ്രദ്ധിക്കില്ല. പക്ഷേ നമ്മുടെ ഡെയിലി NAV ന്ന് ഇത് കുറഞ്ഞു വരുന്നുണ്ട്. ഇത് ശരിക്കും നമ്മൾ കൊടുക്കുന്ന ഫണ്ട് നല്ലൊരു പ്രൊഫഷണൽ ആയിട്ട് ഒരു ടീമാണ് മാനേജ് ചെയ്യുന്നത്, അവർക്കുള്ള ഒരു ചാർജാണ്. ഇയർലി ആണ് ഈ പെർസെൻറ്റേജിന്റെ കാൽക്കുലേഷൻസ് വരെ, പക്ഷേ ഡെയിലി NAV ന്ന് ഇത് കട്ടായി പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് എക്സിറ്റ് ലോഡാണ്. നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ട് മോട്ടിവേഷനായി ഈ SIP തുടങ്ങി, പെട്ടെന്ന് ഈ മോട്ടിവേഷൻ തരുന്ന സമയത്ത് നമ്മൾ ഈ SIP നിർത്തി കഴിഞ്ഞാൽ അവരൊരു പെനാൽറ്റി ചാർജ് ചെയ്യും. അതാണ് എക്സിറ്റ് ലോഡ് എന്ന് പറയുന്നത്. മിക്കതിലും ഇതൊരു 1% ആവാനാണ് സാധ്യത കൂടുതൽ. മൂന്നാമത്തതും വളരെ പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു പോയിന്റ് ആണ് IDCW ആൻഡ് ഗ്രോത്ത് ഓപ്ഷൻ. ഇതിൽ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളത്. IDCW എന്ന് പറയുമ്പോൾ ഇൻകം ഡിസ്ട്രിബ്യൂഷൻ കം ക്യാപിറ്റൽ വിഡ്രോവൽ എന്നുള്ളതാണ്. IDCWന്റെ കേസിൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റ് ഒരു പെർട്ടിക്കുലർ പീരീഡിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരും. എന്നാൽ ഗ്രോത്തിൽ ഇത് വീണ്ടും റീഇൻവെസ്റ്റ് ചെയ്യും. സോ നമ്മൾ ലോങ് ടേം ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഗ്രോത്ത് ആണ് സെലക്ട് ചെയ്യേണ്ടത്. ബിക്കോസ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് NAVന്റെ വാല്യൂം കോമ്പൗണ്ടിങ്ങിന്റെ ഗ്രോത്തും കൂടിക്കൊണ്ടിരിക്കും. പകരം നമ്മുടെ അക്കൗണ്ടിലേക്ക് വന്നു കഴിഞ്ഞു വെച്ചാൽ അത് വിഡ്രോവലാണ്, നമ്മുടെ സ്വന്തം പൈസ നമ്മുടെയിലേക്ക് തിരിച്ചു വരികയാണ്, ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടക്കുന്നില്ല. സോ SIP തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ തുടങ്ങിയിട്ടുള്ള ഫ്രണ്ട്സിന് ഇതൊന്ന് ചെക്ക് ചെയ്യാനായിട്ട് അയച്ചു കൊടുത്തു. ആൻഡ് ഇതുപോലെയുള്ള അപ്ഡേറ്റ്സ് വീണ്ടും കിട്ടുന്നതായിട്ട് ചാനൽ ഫോളോ ചെയ്ത് വെച്ചു. താങ്ക് യു ഫോർ വാച്ചിങ്.